Good morning students. Logic in one section we discuss the topic logical equivalence. Two expressions are said to be logically equivalent if both of them have same truth table. രണ്ട് expressions, രണ്ട് Boolean expressions logically equivalent എന്ന് പറയണമെന്നുണ്ടെങ്കിൽ both of them should have same truth table. രണ്ടുപേരും truth table എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ട് എക്സ്പ്രഷൻസ് നമ്മളുണ്ട്. ആ രണ്ട് എക്സ്പ്രഷൻസും ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ്പ്രഷൻസിൻ്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. That is, the truth value of the first expression should be equal to the truth value of the other expression. ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കണം അതാത് കേസുകളിൽ സെക്കൻഡ് എക്സ്പ്രഷൻ്റെയും ട്രൂത്ത് വാല്യൂ. ഫോർ എക്സാമ്പിൾ, പി ഈസ് ലോജിക്കലി ഈക്വൽ ടു നെഗേഷൻ ഓഫ് പി. അതായത് പി എന്ന് പറയുന്ന ആ ബൂളിയൻ എക്സ്പ്രഷൻ്റെ ട്രൂത്ത് വാല്യൂസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നെഗേഷൻ ഓഫ് പിയോട് ഈക്വൽ ആയിരിക്കും. അതായത് പിയെ ഒരു തവണ നെഗേറ്റ് ചെയ്തു, വീണ്ടും ഒന്നും കൂടെ നെഗേറ്റ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ നേരെ അരിത്തമാറ്റിക്കൽ നമ്മൾ ഡീൽ ചെയ്തിട്ട് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് 3 എന്ന് പറയുന്നത് 3 ഈസ് ഈക്വൽ ടു -3 അല്ലേ? 3 നമ്മൾ -3 എന്ന് എഴുതും. സോ ഇത് തന്നെയാണ് പറയുന്നത് പി എന്ന് പറയുന്ന ഇത് അരിത്തമാറ്റിക്കൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ലോജിക്കിനകത്ത് പി എന്ന് പറയുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ലോജിക്കലി ഈക്വൽ ടു. അവിടെ ഈ ഈക്വൽ ടു അരിത്തമാറ്റിക്കിനകത്ത് നമ്പേഴ്സും ഈക്വൽ ടുകളാണ് പറയുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ബൂളിയൻ എക്സ്പ്രഷൻസ് ആണ്. ബൂളിയൻ എക്സ്പ്രഷനായ പി വിൽ ബി ലോജിക്കലി ഈക്വൽ ടു നെഗേഷൻ ഓഫ് പി എന്ന് പറയും. രണ്ട് തവണ നമുക്ക് എന്തെടുക്കാം? നെഗേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തിനോട് തന്നെ ഈക്വൽ ആയിരിക്കും? പിയോട് ഈക്വൽ ആയിരിക്കും, ലോജിക്കലി ഈക്വലൻ്റ് ആയിരിക്കും. സോ അത് നമ്മൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച പ്രകാരമാണ് പ്രൂവ് ചെയ്യുന്നത്. നോക്കാം. ദാറ്റ് ഈസ് പി ഈസ് ലോജിക്കലി ഈക്വലൻ്റ് ടു പി. അപ്പോൾ ആദ്യം നമുക്ക് എന്തിൻ്റെ ട്രൂത്ത് ടേബിൾ വേണം? പിയുടെ ട്രൂത്ത് ടേബിൾ വേണം. ദെർഫോർ ഇവിടെ നമ്പർ ഓഫ് ബൂളിയൻ വേരിയബിൾസ് ഈസ് ഈക്വൽ ടു 1. Therefore number of rows in the truth table will be equal to 2 raised to 1, that is 2. Therefore P എന്ന് പറയുന്ന ഹെഡ് ഉള്ള ഒരു റോ, അത് കൂടാതെ എക്സ്ട്രാ വരുന്ന 2 റോസ്. ഇനി എന്ത് വരും? പി എന്ന് പറയുന്ന ബൂളിയൻ വേരിയബിൾ 2 വാല്യൂസ് ടേക്ക് ചെയ്യും, ട്രൂ ഫോൾസ്. ഇത് നമുക്ക് എന്താണ്? നെഗേഷൻ ഓഫ് പിയുടെ ട്രൂത്ത് ടേബിൾ വേണം. അത് നമുക്ക് ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്ക് വരയ്ക്കാം. സോ ആദ്യം നെഗേഷൻ പി എന്ന് വരുമ്പോൾ ആദ്യം നെഗേഷൻ പി എടുക്കണം. അതിന് എന്ത് ചെയ്യണം? ഒന്നും കൂടെ നെഗേറ്റ് ചെയ്യണം. സോ അത് നമുക്ക് എന്തെടുക്കാം? നെഗേഷൻ പി കൺസ്ട്രക്ട് ചെയ്യാം. നെഗേഷൻ പി. സോ ഇതിനോട് തന്നെ അറ്റാച്ച് നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ പിയുടെ വാല്യൂസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നെഗേഷൻ പിയുടെ വാല്യൂസ്. അപ്പോൾ പി ട്രൂ ആകുമ്പോൾ നെഗേഷൻ പി ഫോൾസ് ആയിരിക്കും, പി ഫോൾസ് ആകുമ്പോൾ നെഗേഷൻ പി ട്രൂ ആയിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് നെഗേഷൻ പി. പിന്നെ അടുത്ത് എന്ത് വേണം? നെഗേഷൻ പി. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഒരു കോളം കൂടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നെഗേഷൻ പി. അപ്പോൾ പിയുടെ നെഗറ്റീവ് വരുന്നത് നെഗേഷൻ പി. അതിൻ്റെ ഒന്നും കൂടെ നെഗറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നെഗേഷൻ പി കിട്ടും. ദെർഫോർ നെഗേഷൻ പി ഫോൾസ് ആകുമ്പോൾ നെഗേഷൻ പി ട്രൂ ആകും. നെഗേഷൻ പി ട്രൂ ആകുമ്പോൾ നെഗേഷൻ പി ഫോൾസ് ആകും. നമുക്ക് ഏതൊക്കെ രണ്ട് കാര്യങ്ങളാണ് ലോജിക്കലി ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? പിയും നെഗേഷൻ പിയും ലോജിക്കലി ഈക്വൽ പ്രൂവ് ചെയ്യണം. അതായത് പി ഏതൊക്കെ ട്രൂത്ത് വാല്യൂസ് ആണ് എടുക്കുന്നത് അത് തന്നെ വേണം എന്തെടുക്കാൻ? നെഗേഷൻ പിയും എടുക്കാൻ. സോ ഈ ഒരു ട്രൂത്ത് ടേബിളിനകത്ത് പിയുടെ കോളവും നെഗേഷൻ പിയുടെ കോളവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ പിയുടെ കോളത്തിനകത്ത് ഫസ്റ്റ് വാല്യൂ ട്രൂ ആണ്, നെഗേഷൻ പിയുടെ കോളത്തിനകത്ത് ഫസ്റ്റ് വാല്യൂ ട്രൂ ആണ്. പിയുടെ കോളത്തിൽ സെക്കൻഡ് വാല്യൂ ഫോൾസ് ആണ്, നെഗേഷൻ പിയുടെ കോളത്തിലും സെക്കൻഡ് വാല്യൂ ഫോൾസ് ആണ്. സോ പിയും നെഗേഷൻ പിയും ഈ രണ്ട് വാല്യൂസിൻ്റെയും ട്രൂത്ത് കോളംസ് നമ്മൾ കൺസിഡർ ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ പി എടുക്കുന്ന അതേ വാല്യൂസിനാണ് ആരും എടുക്കുന്നത്? നെഗേഷൻ പിയും കറസ്പോണ്ടിങ് സിറ്റുവേഷനിൽ എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പറയാം ഈ രണ്ട് വാല്യൂസിൽ പി എന്ന് പറയുന്ന ബൂളിയൻ എക്സ്പ്രഷനും നെഗേഷൻ പി എന്ന് പറയുന്ന ബൂളിയൻ എക്സ്പ്രഷനും എന്താണ്? അവരുടെ ട്രൂത്ത് ടേബിൾ വാല്യൂസ് അതായത് കണ്ടീഷനിൽ എന്താണ്? സെയിം ആണ്. Therefore both of them are logically equivalent എന്ന് പറയാം. സോ ഒരു ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഒരു ട്രൂത്ത് ടേബിളിനകത്ത് കോളങ്ങളുടെ കമ്പാരിസൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലോജിക്കൽ ഈക്വലൻസ് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്.
And the next question is P conjunction negation B will be equivalent to Q conjunction negation Q. അത് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ട്? ബൂളിയൻ വേരിയബിൾസ് 2. Therefore number of rows എന്ന് പറയുന്നത് 2 raised to that is 4 rows വേണം. നമ്മൾ ബൂളിയൻ വേരിയബിൾസിനെ എഴുതി P and Q. So Pയുടെയും Qൻ്റെയും സ്കാറ്ററിംഗ് ഫോർമാറ്റ് നമ്മൾ വരച്ചു. 4 റോസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് വേണം? ലാസ്റ്റ് റോയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ട്രൂ ഫോൾസ് ട്രൂ ഫോൾസ്. സെക്കൻഡ് ലാസ്റ്റ് റോയിൽ 2 തവണ റിപ്പീറ്റ് ചെയ്യാം. ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ്. ഇനി എന്താ വേണ്ടത്? പിയും ക്യൂ നമ്മളുടെ ഉടനെ വേണ്ടത് നെഗേഷൻ പി വേണം, നെഗേഷൻ ക്യൂ വേണം. പിന്നീട് പി കൺജങ്ഷൻ നെഗേഷൻ പി വേണം, ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ക്യൂ വേണം. അവയുടെ രണ്ടിൻ്റെയും കൂടെ കമ്പാരിസൺ നമുക്ക് ആവശ്യമുള്ളത്. സോ പിയും ക്യൂ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നെഗേഷൻ പി നെഗേഷൻ ക്യൂ ഇവ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ പി ട്രൂ ആകുമ്പോൾ നെഗേഷൻ പി എന്താകും? ഫോൾസ് ആകും. ഫസ്റ്റ് കേസിൽ പി ട്രൂ, therefore നെഗേഷൻ പി ഫോൾസ്. സെക്കൻഡ് കേസിലും പി ട്രൂ, therefore നെഗേഷൻ പി ഫോൾസ്. Again third കേസിൽ പി ഫോൾസ്, therefore നെഗേഷൻ പി ട്രൂ. ഫോർത്ത് കേസിലും പി ഫോൾസ്, therefore നെഗേഷൻ പി ട്രൂ. നെഗേഷൻ ക്യൂവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യൂ ട്രൂ ആവുന്നിടത്തല്ല നെഗേഷൻ പി ഫോൾസ് ആവും, ക്യൂ ഫോൾസ് ആവുന്നത് നെഗേഷൻ പി ട്രൂ ആവും. സോ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചു. ഇനി എന്ത് വേണം? പി കൺജങ്ഷൻ നെഗേഷൻ പിയുടെ ടേബിൾ വേണം. പി കൺജങ്ഷൻ നെഗേഷൻ പി, അതുപോലെ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ക്യൂ. നോക്കുക, പിയും നെഗേഷൻ പിയും തമ്മിലുള്ള കൺജങ്ഷൻ, ദാറ്റ് ഈസ് ഫസ്റ്റ് കോളവും തേർഡ് കോളവും തമ്മിലുള്ള കൺജങ്ഷനാണ് വേണ്ടത്. അപ്പോൾ കൺജങ്ഷൻ്റെ ഒന്നുകിൽ വാല്യുവേഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൺജങ്ഷൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പി കൺജങ്ഷൻ നെഗേഷൻ പിയുടെ ട്രൂത്ത് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Therefore ട്രൂ കൺജങ്ഷൻ ഫോൾസ്, ദാറ്റ് ഈസ് ഫോൾസ്. ട്രൂ കൺജങ്ഷൻ ഫോൾസ്, ഇറ്റ് ഈസ് ഫോൾസ്. ഫോൾസ് കൺജങ്ഷൻ ട്രൂ, ഇറ്റ് ഈസ് ഫോൾസ്. False conjunction true, it is false. So P conjunction negation P യുടെ truth values എല്ലാം തന്നെ എന്താണ്? False ആണ്. Similarly Q conjunction negation Q consider ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് കോളവും ഫോർത്ത് കോളവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺജങ്ഷൻ എടുക്കേണ്ടത്. Therefore true conjunction false, it is false. False conjunction true, it is false. True conjunction false, it is false. False conjunction true, it is false. സോ നമുക്ക് ഒന്നുകിൽ വാല്യുവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കമ്പയർ. അപ്പോൾ ഇവിടെ 1ഉം 0 ഇടണം. 1ഉം 0യിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്ന ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺജങ്ഷൻ ഡിസ്റ്റിങ്ഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും പി കൺജങ്ഷൻ നെഗേഷൻ പിയുടെ കോളവും അതുപോലെ തന്നെ ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ക്യൂവിൻ്റെ കോളവും എന്താണ്? സെയിം ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് പി കൺജങ്ഷൻ നെഗേഷൻ പി ഈസ് ഈക്വൽ ടു ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് ക്യൂ കൺജങ്ഷൻ നെഗേഷൻ ക്യൂ, ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ഓഫ് ദ എക്സ്പ്രഷൻസ് ആർ ലോജിക്കലി ഈക്വൽ. സോ നമ്മൾ ലോജിക്കൽ ഈക്വലൻസ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് നമ്മൾ ഡീൽ ചെയ്തത്. ലോജിക്കൽ ഈക്വലൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൈനാണ് ഈക്വൽ ടുവിൻ്റെ കൂടെ ഒരു വരയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. സോ എപ്പോഴാണ് രണ്ട് എക്സ്പ്രഷൻസ് ലോജിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത്? ടു എക്സ്പ്രഷൻസ് ആർ സെറ്റ് ടു ബി ലോജിക്കലി ഈക്വലൻ്റ് ഇഫ് ബോത്ത് ഓഫ് ദ എക്സ്പ്രഷൻസ് പൊസസ് ദ സെയിം ട്രൂത്ത് ടേബിൾ. രണ്ട് എക്സ്പ്രഷൻസും ഒരേ ട്രൂത്ത് ടേബിളാണ് പൊസസ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ സെറ്റ് ടു ബി ലോജിക്കലി ഈക്വലൻ്റ്. അപ്പോൾ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്തത്. ഈ ഒരു പോർഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനും അതുകൊണ്ടൊക്കെ തന്നെ അവയെ കമ്പയർ ചെയ്യാനുമായിട്ടുള്ള ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടു എക്സ്പ്രഷൻസ് ആർ സെറ്റ് ടു ബി ലോജിക്കലി ഈക്വൽ എന്ന സെക്ഷൻ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.